ആഴ്ച തുടങ്ങുമ്പോൾ 3 പേര് ആ ബിഗ് ബോസ് ഹൗസിലില്ല. അത് രേണു സുധി, ശൈത്യ, അപ്പാനി. ഈ ശൈത്യയുടെയും അപ്പാനിയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ ഇവർ നന്നായിട്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പാനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അക്ബർ എന്ന് പറയുന്ന നല്ല സ്ട്രോങ് പ്ലെയറിന്റെ കൂടെ ആയിരുന്നു. പക്ഷേ അക്ബറിന് അത് ആക്ച്വലി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അപ്പാനി സ്ട്രോങ് ആണ് എന്ന് അക്ബർ എവിടേക്കോ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശൈത്യയെ സംബന്ധിച്ചിടത്തോളം ശൈത്യ ഈ അനുമോളിൽ നിന്ന് ഡിറ്റാച്ച് ആയി സെൽഫായിട്ട് കളിക്കാൻ തുടങ്ങി എന്നാണ് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങ് പോയല്ലോ എന്നുള്ള സംശയങ്ങളും അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ലാലേട്ടൻ വന്ന് സംസാരിച്ചിട്ട് പോയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇരുന്ന് റിവ്യൂ ചെയ്യുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ടത്, നമ്മൾ ഇനി ആരുടെ അടുത്താണ് പോകേണ്ടത്, അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് ഇവിടെ ആർക്കാണ് കിട്ടുന്നത് എന്നൊക്കെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അതിൽ അനുമോൾ ഇപ്പോഴും സേഫ് ആയതും അനുമോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും ഇതെല്ലാം അവിടെ പലരുടെ ഇടയിൽ അനുമോൾക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, അനുമോളെയാണ് കൂടുതൽ പുറത്ത് കാണിക്കുന്നത്, അനുമോൾക്ക് നല്ല പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് എന്ന് കുറച്ചും കൂടി എല്ലാവരുടെ ഉള്ളിലും ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നിപ്പോൾ ലൈവിൽ നടന്ന ഒരു കോൺവെർസേഷൻ കേൾക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാം, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അവരുടെ ഒരു സംസാരമുണ്ട്. അതായത് അനുമോള് ഒരു പെയിന്റിന്റെ ഒരു പരസ്യമൊക്കെ വരുന്ന ഒരു കൊടയൊക്കെ പിടിച്ച് അവിടെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് ഡോർ വഴി അകത്ത് കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട്, എസ്പെഷ്യലി ബിന്നി അവിടെ ഇരുന്നിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിക്കുന്നത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് റെനയും ബിന്നിക്കൊപ്പം നിന്ന് ഇതൊക്കെയാണ് സ്ക്രീൻ സ്പേസിന് പോകുന്നത്, എന്നാൽ ഇനി അനുമോളുടെ കൂടെ എല്ലാവരും ചെന്നോ, കാരണം സ്ക്രീൻ സ്പേസ് കിട്ടും എന്നിങ്ങനെ ഫണ്ണായിട്ട് ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഓൾറെഡി ഈ റെനയ്ക്കും ബിന്നിക്കും മനസ്സിലായിട്ടുണ്ട് അനുമോൾ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് പോസിറ്റീവായിട്ടാണ് പോകുന്നതെന്നൊക്കെ അവർ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ വൈൽഡ് കാർഡ് എൻട്രീസ്. വൈൽഡ് കാർഡ് എൻട്രി ആണ് അതിന് കാരണമായിട്ടുള്ളത്, അല്ലാതെ അവർ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച സംഭവങ്ങളൊന്നും അല്ല അത്. എന്നാൽ ഈ ഒരു സ്പേസ് അവർ മനസ്സിലാക്കി മാറിയിരുന്ന് വിശകലനം ചെയ്ത് ആരിനെ കുറിച്ച് കുറ്റം പറയുന്നതല്ലാതെ നെവിൻ ചിന്തിക്കുന്ന കണക്ക് അതിനകത്തോട്ട് ഇറങ്ങി കളിക്കാൻ റെനയ്ക്കും ബിന്നിക്കും സാധിച്ചിട്ടില്ല. നെവിൻ എന്താ ചെയ്യുന്നത്, വൈൽഡ് കാർഡ് എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ച് ഒരു തഞ്ചത്തില് ഒരു വള്ളത്തിൽ കാല് വെക്കുക, 2 വള്ളത്തിൽ കാല് വെക്കുക, ഈ പരിപാടിയൊക്കെ നെവിൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, ഇങ്ങനെ കണ്ടപ്പോൾ, അനുമോളെ ആ ഒരു കൊട പിടിച്ച് പുറത്ത് കണ്ടപ്പോൾ ഈ പറയുന്ന റെന ഒന്ന് കളിയാക്കിയത് നമ്മുടെ നെവിനെയാണ്. കാരണം നെവിന് നിലപാടില്ലല്ലോ, നെവിൻ ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ലല്ലോ, ഒരു ടീമിലും ഉൾപ്പെടാതെ ഒരാളെ ഒരു സിറ്റുവേഷനിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നെവിൻ പറഞ്ഞത്, ഞാൻ ഒരു ടീമിൽ 2 കാലും മറ്റേ ടീമിൽ 4 കാലും വെക്കുന്ന തരത്തിൽ ഞാൻ മൾട്ടി കാലെടുത്ത് വെക്കുകയാണ്, എനിക്ക് നിലപാടില്ല, അങ്ങനെ നിലപാടില്ലാത്ത ഒരാൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് റെന പറയുമ്പോൾ, യെസ്, നിലപാടില്ലാത്ത ഒരാൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെയാണ് സത്യത്തിൽ ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത്. ഇപ്പൊ അനുമോൾ ചെയ്തതിലെ തെറ്റും ശരിയും, ഇത് ഫെയർ ഗെയിം ആണോ, ഇത് അടിപൊളി ഗെയിം ആണോ, ഇത് വൃത്തികെട്ട ഗെയിം ആണോ, ഇതൊക്കെ വിലയിരുത്തുന്നതിന് മുന്നേ അവിടെ ഗെയിം കളിക്കുന്നവരാരൊക്കെ എന്ന് കൂടെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ബിന്നി, റെന ഇവരാരും ഇതുവരെ ഗെയിം കളിച്ചിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? റെന ഗെയിം കളിച്ചിട്ടേ ഇല്ല. പകരം ഈ പറയുന്ന ആരിന്റെയും ജിസേലിന്റെയും ഒരു നിഴലായിട്ട് കൂടെ നിന്നു. അനുമോൾക്കെതിരെ ആരിനും ജിസേലിനും വേണ്ടിയിട്ട് സംസാരിച്ചു. ഫൈനലി നൂറ വന്നിട്ടാണ്, നൂറയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസും നൂറ ഗെയിം കളിച്ചപ്പോഴാണ് ആ ഗെയിമിന്റെ പാർട്ടായിട്ട് റെന മാറുന്നത്. അതർവൈസ് റെന അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. ഇനി ഈ ഒരു സംസാരത്തിനിടയിൽ നെവിൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇപ്പോൾ 2 ടീമുകളാണ്. AMT അത് അനുമോൾ മൂട് താങ്ങി ഗ്രൂപ്പ് അല്ല, അക്ബർ മൂട് താങ്ങി ഗ്രൂപ്പാണ്. അപ്പോഴത്തേക്കും അത് AMT അനുമോൾ മൂട് താങ്ങി അല്ലേ എന്ന് റെന ചോദിക്കുന്നുണ്ട്. അപ്പോ പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്, ഇപ്പൊ അനുമോൾ എന്ന് പറയുന്നത് ഇപ്പൊ വൈൽഡ് കാർഡ് വന്നപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലല്ലോ, ആ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് റെനയ്ക്ക് അറിയത്തില്ല, അപ്പൊ അതാണ് നിന്റെ തെറ്റ് എന്ന് അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് വൈൽഡ് കാർഡ് എല്ലാം വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റെല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ അക്ബറാണ് അവിടെ സ്ട്രോങ് പ്ലെയർ ആയി മാറിയത്.
സോ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും അക്ബറിന് കിട്ടിയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അതവിടെ അക്ബർ വളരെ പ്രോഗ്രസീവായിട്ട് ഒരു നല്ല ഗെയിമറായിട്ട് അക്ബർ മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ന് വരെയുള്ള എപ്പിസോഡ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല റീച്ച് അനിമോൾക്കാണ്, പക്ഷെ ഏറ്റവും നല്ല ഫെയർ ഗെയിം കളിക്കുന്നത് അക്ബറാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 ഇവർ രണ്ടുപേരും വരുമ്പോഴും ഫസ്റ്റ് എത്താൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ചാൻസ് എന്ന് പറയുന്നത് അക്ബറിനാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു ഫെയർ ഗെയിം എന്നുള്ള ലെവലിലേക്ക് മാറ്റപ്പെടും. പക്ഷെ അനിമോളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷക സപ്പോർട്ടും ആ ഒരു പോപ്പുലാരിറ്റിയും കഴിഞ്ഞ സീസണിലൊക്കെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും കപ്പെടുക്കാറില്ല. അത്തരത്തിൽ അനിമോൾക്കും ഒരു മിസ് ഫോർച്യൂൺ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നെവിൻ പറയുന്നുണ്ട്, അതായത് വൈൽഡ് കാർഡ് മൂടുതാങ്ങികളാണ്. അപ്പൊ ഈ വൈൽഡ് കാർഡ് മൂടുതാങ്ങികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അനിമോളും ഉൾപ്പെടും. അവിടെ അനിമോളിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് നെവിൻ പറയുന്നത്. അപ്പൊ ഇതൊന്നും അറിയാത്ത റെന ഇവിടെ എന്തിനാണ് ഇരിക്കുന്നേ എന്ന് കൂടി അക്ബറും നെവിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകാനല്ല സാധ്യത, ഈ ടാസ്ക് എന്തെങ്കിലും കൊടുത്താലേ അവർ കുറച്ച് ആക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ഒരു വിശകലനം എനിക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇനി അങ്ങോട്ട് അക്ബർ ഒരു നല്ല സ്ട്രോങ് പ്ലെയർ ആണ്. ഷാനവാസിനെ ഒന്നും ആ പരിസരത്ത് ഞാൻ കണ്ടില്ല. പകരം അവിടെ പുതിയൊരു ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാബുമാൻ നടത്തുന്നുണ്ട്. നമ്മുടെ വേദലക്ഷ്മിയായിട്ട് സാബുമാൻ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്ത് സംസാരിച്ചൊക്കെ വരുന്നുണ്ട്. സാബുമാനൊക്കെ ഇനി കളിക്കുവോ കളിച്ചു തുടങ്ങുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയാം. പക്ഷേ അക്ബർ എന്ന് പറയുന്നത് ഒരു ചേരിയായി മാറുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രീസിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വൈൽഡ് കാർഡ് എൻട്രീസിന്റെ കൂടെ കളിക്കുന്നത് അത് ജിഷിനും അനിമോളും തന്നെയാണ്. അപ്പോൾ എന്തായാലും ശരി, അടുത്തൊരു ലൈവ് അപ്ഡേറ്റും അതിന്റെ ഒരു ഡീറ്റെയിൽ വിശകലനവുമായിട്ട് വീണ്ടും സീരിയൽ ഗ്രാമ വരുന്നതായിരിക്കും. സീരിയൽ ഗ്രാമ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ പോയിട്ട് വരാം, ബൈ.